ഡൽഹിയിൽ മഴയ്ക്ക് ശമനം. കഴിഞ്ഞ 12 മണിക്കൂറിലധികമായി മഴ മാറി നിൽക്കുന്നുവെങ്കിലും ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. താഴ്ന്ന ചില പ്രദേശങ്ങളിൽ റോഡുകളിലെ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായി. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. 12 മണിക്കൂർ തുടർച്ചയായ ശക്തമായ മഴയ്ക്ക് ശേഷം ഒന്നും മഴ തോർന്നു നിൽക്കുന്നു എന്നത് ആശ്വാസകരമാണല്ലേ? ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇപ്പോഴും ജനജീവിതം ദുസ്സഹമാണോ? മോത്തി, ഇന്നലെ കനത്ത മഴയായിരുന്നു. രാവിലെ ഒരു 7 മണി മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി മഴ പെയ്തു. പലയിടങ്ങളിലും വെള്ളം കയറി. യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ഹരിനഗറിലാണെങ്കിൽ ഒരു മതിലിടിഞ്ഞ് വീണ്, ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് വീണ് 8 പേർ മരണപ്പെടുന്ന ദുഃഖകരമായ കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. കാര്യമായ മഴയില്ല എന്ന് മാത്രമല്ല, ചാറ്റൽ മഴ പോലുമില്ല. വെയിൽ നന്നായി സൂര്യനിതാ ഉദിച്ചു നിൽക്കുന്നു. കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്നലെ വലിയ പ്രയാസപ്പെട്ടിരുന്നു ഓഫീസിൽ പോകാനും മറ്റുമൊക്കെ. പക്ഷേ ഇന്ന് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാനുള്ളത് മയൂർ വിഹാറിലാണ്. മലയാളികൾ ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് പ്രയാസത്തിലായിരുന്നു ഇന്നലെ. ഇന്ന് പക്ഷെ മാറ്റമുണ്ട്. ഇവിടെ കേരള കട നടത്തുന്ന ചേട്ടനും ചേച്ചിയാണ്. നമസ്കാരം. 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 മഴ ശരിക്കും കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നോക്കുമ്പോൾ വലിയ മാറ്റം. ഈ വർഷം കൂടുതലാണ് മഴ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷമാണ്. നാട്ടിലെ അന്തരീക്ഷം ഇവിടെ കിട്ടി. ഇന്നലെ നല്ല മഴയായിരുന്നു. കാലിലെ വെള്ളം അവിടുന്ന് വെള്ളമൊക്കെ കയറി. ഇന്നലെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല. അത് കാരണം ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. ഇപ്പൊ കേരളത്തിൽ പോലെ അന്തരീക്ഷമായി. ഇന്ന് പിന്നെ മഴ ഇല്ല. ഇന്ന് വെയിലിച്ചു. ഈ മഴ പെയ്യുമ്പോഴൊരു പ്രശ്നം, സാധാരണ മഴവെള്ളത്തിനപ്പുറം ഈ ഡ്രെയിനേജ് വാട്ടർ പൊന്തി വരും, നിറയും, വെള്ളം കയറും. ഡ്രെയിനേജ് വാട്ടറിൽ വെള്ളം കയറുന്ന പ്രശ്നം മാത്രമേ. ഇത് ഡൽഹിയിൽ വന്നതിന് ശേഷം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള മഴ ഒരുപാട് വർഷങ്ങൾ കണ്ടിരുന്നു? ഇല്ല, കണ്ടിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. ശരി. അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കിലാണ്. വണ്ടി എന്തായാലും ഇന്നലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ച ഹരിനഗറിലേത് തന്നെയായിരുന്നു. കാരണം അവിടെ 8 പേര് മതിലിടിഞ്ഞ് വീണ് ഏതാണ്ട് ഈ സമയത്താണ് ഒരു ഉറങ്ങിക്കിടക്കുമായിരുന്നു. രാവിലെ 7 മണിയോടുകൂടി ആ മതിൽ ഇടിഞ്ഞു വീണു. 8 പേരും മരണപ്പെടുന്ന ഒരു ദുഃഖകരമായ കാഴ്ച കണ്ടു. പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ ഇവിടെ മഴയില്ലെങ്കിലും ഹരിയാന, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സമീപ സ്ഥലത്തൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യമുനയിലെ ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് യമുന തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നഗരത്തിലേക്ക് വാഹനങ്ങളുടെ ഒഴുക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും ഇന്ന് കുറവായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഡൽഹി നിവാസികൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നു. ശരി, അനൂപ് ദാസ് ആണ്